മൗലവിമാർ പറയുന്നത് ഈ ചർച്ച കുഫറിലേക്ക് എത്തിക്കുമെന്നാണ്. എന്തിനീ കുഫറിലേക്ക് പറയുന്ന യാതൊരു കാര്യത്തിലും ഞാൻ തർക്കം പറഞ്ഞിട്ടില്ലല്ലോ. ഈ ചർച്ച പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്നല്ലല്ലോ ഞാൻ പറഞ്ഞത്. SSFകാരാണെങ്കിലും SYSകാരാണെങ്കിലും ഏത് മുസ്ലിങ്ങളാണെങ്കിലും ഈ ചർച്ച പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതല്ല എന്ന് പറഞ്ഞിട്ട് സ്വഹാബത്തിന് റസൂലുള്ള ആ വിഷയം തടഞ്ഞ കാര്യവും ഞാനിവിടെ പറഞ്ഞു. പിന്നെ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി എന്തുകൊണ്ട് ആ വിഷയം ചർച്ച ചെയ്തു? ബിദ്അത്തിന്റെ ആളുകൾ ഇങ്ങോട്ട് ചർച്ച ചെയ്യുമ്പോൾ അങ്ങോട്ട് പറയേണ്ടി വരും. ബിദ്അത്തിന്റെ ആളുകൾ അഹ്ലുസുന്നയുടെ നിലപാട് വിമർശിച്ചുകൊണ്ട് പറയുമ്പോൾ അതിനെ ഗണ്ണിക്കേണ്ടി വരും. ഹുസൈൻ സലഫി അവിടെ ഹദീസിന് അർത്ഥം വെച്ചോ ഇല്ലയോ എന്നതല്ല വിഷയം. അവിടെ ഹദീസിന് അർത്ഥം വെച്ചാലും ഇല്ലെങ്കിലും അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിന്റെ നിലപാടുണ്ട്. ഇതാണ് വിഷയം. അദ്ദേഹം ഒരു പ്രസ്ഥാനത്തെ പ്രതിദാനം ചെയ്തുകൊണ്ടാണ് നാദാവൃത്ത് പ്രസംഗിക്കുന്നത്. ആ പ്രസ്ഥാനത്തിന്റെ നിലപാടെന്താണ്? അള്ളാഹു ഇറങ്ങി വരുമെന്നാണ്, അള്ളാഹുവിന് കൈയുണ്ടെന്നാണ്, അള്ളാഹുവിന് കാലുണ്ടെന്നാണ്. മാത്രമല്ല അള്ളാഹുവിന് രണ്ട് കൈയുള്ളത് ആദ്യം ഒന്ന് വലത്തും മറ്റേത് ഇടത്തുമായിരുന്നു. ഇപ്പൊ അള്ളാഹുവിന് രണ്ട് കൈയേ ഉള്ളൂ, അത് രണ്ടും വലത്താണ്. ഇടത്തെ ഭാഗത്ത് അള്ളാഹ്ക്ക് കൈയില്ല എന്നാണ് സക്കറിയ സലാഹി അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുള്ളത്. 2000-ന് ശേഷം എഴുതിയ പുസ്തകമാണത്. 2000-ന് ശേഷം എഴുതിയ പുസ്തകത്തിൽ രണ്ട് കൈയുണ്ട്, പക്ഷെ രണ്ടും നേരത്തെ ഉണ്ടായിരുന്ന വലത്തും ഇടത്തുമായിരുന്നു. പിന്നീട് വഹാബിസം അതിന്റെ പിളർപ്പിന് ശേഷം അള്ളാഹുവിനെ ഒരു ഓപ്പറേഷന് വിധേയമാക്കി. അങ്ങനെ അള്ളാഹുവിനെ രണ്ട് കൈയും വലത്തെ ഭാഗത്തേക്ക് മാറ്റി ഫിറ്റ് ചെയ്തു എന്ന രൂപത്തിൽ പച്ച മലയാളത്തിൽ എഴുതിയിട്ടുണ്ട്. ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് അഹ്ലുസുന്നയുടെ